അയ്യപ്പന്റെ പൂങ്കാവനം വീണ്ടും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്നു. മറ്റൊരു മണ്ഡലകാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശബരിമലയിൽ പൊന്നമ്പലത്തിന്റെ നട തുറന്നിരിക്കുകയാണ്. ഭക്തർ 18-ാം പടി ചവിട്ടി തുടങ്ങി. ഇന്ന് പ്രത്യേക പൂജകളില്ല. പുതിയ മേൽശാന്തിമാരുടെ ചുമതലയേൽക്കൽ സ്ഥാനാരോഹണമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ്. എന്നാൽ ഭക്തർക്ക് ദർശനത്തിനുള്ള അവസരമുണ്ട്. നാളെ പുലർച്ചെ 3 മണിക്കാണ് പുതിയ മേൽശാന്തി നട തുറക്കുന്നത് സന്നിധാനത്ത്. ഒപ്പം മാളികപ്പുറത്തും പുതിയ മേൽശാന്തി നട തുറക്കുക നാളെയാണ്. ഇ ഡി പ്രസാദ് നമ്പൂതിരിയും MG മനു നമ്പൂതിരിയുടെയും അഭിഷേക ചടങ്ങുകളാണ് ഇന്നിന് നടക്കാനിരിക്കുന്നത്. അത് ശബരിമല ശ്രീകോവിലും ഒപ്പം മാളികപ്പുറത്തുമായിട്ടാണ് ഈ അഭിഷേക ചടങ്ങുകൾ. കലശാഭിഷേകത്തിന് ശേഷം അയ്യപ്പന്റെ മൂലമന്ത്രം തന്ത്രിമാർ പുതിയ മേൽശാന്തിമാർക്ക് പകർന്നു നൽകും. ഇ ഡി പ്രസാദ് നമ്പൂതിരിക്ക് അയ്യപ്പന്റെ മൂലമന്ത്രം പറഞ്ഞു കൊടുക്കുന്നതോടെ അടുത്ത ഒരു വർഷത്തേക്ക് അദ്ദേഹം പുറപ്പെടാ ശാന്തിയായി സന്നിധാനത്ത് അയ്യപ്പന്റെ മേൽശാന്തിയായി അവിടെ ചുമതലയേൽക്കുകയാണ്. സന്നിധാനത്ത് നിന്ന് പിന്നീട് ഈ ഒരു വർഷക്കാലം അദ്ദേഹം സന്നിധാനത്തെ പൂജാവിധികളുമായി അവിടെ തുടരും. അതേ സാഹചര്യം തന്നെയായിരിക്കും മാളികപ്പുറം മേൽശാന്തിയായ MG മനു നമ്പൂതിരിയുടെ കാര്യത്തിലും. ഏതായാലും തുടക്ക ദിവസം തന്നെ, നട തുറന്ന ദിവസം തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഏതാണ്ട് മിനിറ്റുകളായി നമ്മൾ ഈ നട തുറന്ന സമയം മുതൽ തന്നെ ഒഴുകുകയാണ് ഭക്തർ അങ്ങോട്ടേക്ക്. പോലീസ് സേനയടക്കം ഒരു പുതിയ ബാച്ച് അവിടെ ചുമതല ഏറ്റെടുക്കുകയാണ്. 18-ാം പടിയിൽ ഒരു പുതിയ ബാച്ച് ഈ മണ്ഡലകാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അവിടെ ഈ ഭക്തരെ നിയന്ത്രിക്കുന്നതിനും അവരെ സുഗമമായി 18-ാം പടി ചവിട്ടുന്നതിനുമൊക്കെ സഹായിക്കുന്ന പോലീസ് സേനയെ കാണാം. അങ്ങനെ സന്നിധാനമാകെ എല്ലായിടത്തും അവിടുത്തെ ജീവനക്കാർ, ഒപ്പം അവിടുത്തെ ഭക്തർക്ക് സേവനം ചെയ്യുന്ന മറ്റ് സംഘടനകളൊക്കെ സജീവമായി തുടങ്ങി ഇന്ന് മുതൽ തന്നെ. ഏതായാലും ഉച്ചയോടുകൂടിയാണ് ഭക്തരെ കടത്തിവിട്ട് തുടങ്ങിയത്. വലിയ നീണ്ട നിര നമ്മൾ കാണാം. താഴെ 18-ാം പടിക്ക് താഴെ അരുൺകുമാർ നമ്പൂതിരി, മേൽശാന്തിയായിരുന്ന അരുൺകുമാർ നമ്പൂതിരി ശ്രീകോവിലിൽ നട തുറന്ന അവിടെ നിന്ന് ദീപം ആഴിയിലേക്ക് പകർന്ന് പിന്നീട് പുതിയ മേൽശാന്തിമാരെ കൈപിടിച്ചാനയിച്ച് മാലയണിയിച്ച് 18-ാം പടി ചവിട്ടി അവർ സന്നിധാനത്തേക്ക് എത്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.